ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെന്റ് ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പുകാലം ക്രിസ്ത്യാനികളുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. നോമ്പ് ഹൃദയപരിവർത്തനത്തിൻ്റെയും ആത്മപരിശോധനയുടെയും പ്രാർത്ഥനകളുടെയും അനുതാപത്തിൻ്റെയും കാലമാണ്. നോമ്പ് എന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉപവാസവും കഷ്ടാനുഭവവും ഓർമ്മപ്പെടുത്തുന്ന 40 ദിവസത്തെ ആത്മീയ യാത്രയാണ്. ഇന്നത്തെ ചിന്താവിഷയമായി എടുത്തിരിക്കുന്ന വേദഭാഗം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. 2-ാം അധ്യായത്തിൻ്റെ പ്രധാന ചിന്ത യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു എന്നതാണ്. അകന്നുപോയ ദൈവജനത്തെ ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോവേൽ പ്രവാചകന്റെ കാലത്ത് ജനങ്ങൾ പാപത്തിൽ വീണുപോയിരുന്നു. ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ വീണിരുന്നു. എന്നിരുന്നാലും ദൈവം പറയുന്നു, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും എങ്കിലേക്ക് തരുവിൻ. ഇപ്പോഴെങ്കിലും എന്നത് ശിക്ഷയുടെ വാക്കല്ല, കൃപയുടെ വാക്കാണ്. നാം എത്ര ദൂരെ ആയിരുന്നാലും ദൈവം തിരികെ വരുവാൻ വിളിക്കുന്നു. നോമ്പ് എന്നത് പാപത്തിൽ നിന്ന് വിട്ടുമാറുകയും ദൈവത്തോടുള്ള ബന്ധം പുതുക്കുകയും ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളായിരിക്കണം. പഴയ നിയമകാലത്ത് ദുഃഖത്തിൻ്റെ അടയാളമായി വസ്ത്രം കീറുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെയാണ് കീറേണ്ടത്. അനുതാപവും മാനസാന്തരവും ദൈവത്തിങ്കിലേക്കുള്ള ചവിട്ടുപാതയാണ്. ബൈബിളിൽ പല സ്ഥലങ്ങളിലും ദൈവം പുറമേയുള്ള ആചാരങ്ങളെക്കാൾ ഉള്ളിലെ മാനസാന്തരത്തെ ആഗ്രഹിക്കുന്നു എന്ന് കാണാം. ദൈവം കരുണയും ദയയും ഉള്ളവനാണ്. നാം സത്യസന്ധമായി മാനസാന്തരം വരുത്തുന്നുവെങ്കിൽ ദൈവം ക്ഷമിക്കുന്നു. നോമ്പുകാലം നമ്മെ കുരിശിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ അത് അവിടെ അവസാനിക്കുന്നില്ല. ഇത് പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ്. ദുഃഖത്തിന് ശേഷം സന്തോഷം വരുന്നു, കുരിശിന് ശേഷം ജയം വരുന്നു. ഈ നോമ്പുകാലം ഒരു പതിവ് ആചരണമാക്കാതെ ഒരു യഥാർത്ഥ ആത്മീയ മാറ്റത്തിന്റെ കാലമാകട്ടെ. ഹൃദയം കീറിപ്പൊളിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങുക, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക, അനുതാപത്തോടെ ജീവിക്കുക. നമ്മുടെ കർത്താവിൻ്റെ നോമ്പ് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയരെ, മഹത്വത്തോടെ നമ്മൾക്ക് അതിനെ സ്വീകരിക്കാം. ഉറപ്പോടെ അതിൽ മുന്നേറാം, വിശുദ്ധിയോടെ അതിൽ ഉത്സാഹിക്കാം. അതിലൂടെ നമുക്ക് അനുതാപം നേടാം, നിത്യജീവനെ നമ്മൾക്ക് അവകാശമാക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെ പുതിയ തുടക്കമാകുവാൻ നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ.